ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനിക്ക് എപ്പോഴും വാട്സപ്പിൽ അല്ലെങ്കിൽ എല്ലായിടത്തും എൻക്വയറി വരുന്ന ഒരു നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റിലായാലും എല്ലാത്തിലും നമുക്ക് ഒരു ഡൗട്ട് ചോദിക്കുന്ന ഒരു മേഖലയാണ് കൺസിസ്റ്റൻസി സ്കോർ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഓക്കെ, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെയൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ കൺസിസ്റ്റൻസി സ്കോർ ബ്രേക്ക് ചെയ്തു, ഇപ്പം എങ്ങനെയാണ് ഇനിയും ബാക്കി പ്രൊസീജിയർ എങ്ങനെയാണ് എന്നെല്ലാം. ഓക്കെ, നമുക്ക് അന്നേരം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് കൺസിസ്റ്റൻസി സ്കോർ, എങ്ങനെയാണ് ഒരു കൺസിസ്റ്റൻസി റൂൾ അല്ലെങ്കിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ പ്രോഫിറ്റബിൾ ആവേണ്ടത്, ഓക്കെ, പേ ഔട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇൻ കേസ് നമ്മളൊരു കൺസിസ്റ്റൻസി സ്കോർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കപ്പോൾ എങ്ങനെയാണ് ബാക്കി ഈ ഒരു കൺസിസ്റ്റൻസി റൂൾ ടാലി ചെയ്യേണ്ടത്. ഓക്കെ, ആ രണ്ട് കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം നിങ്ങൾ കാണുക. ഓക്കെ, ഒരു ഫണ്ടഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ഒരു CFDയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഈ കൺസിസ്റ്റൻസി റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഗൂഗിളിനകത്ത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് കൺസിസ്റ്റൻസി റൂൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഡെഫിനിഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് ആ ഒരു ഡെഫിനിഷൻസ് കാര്യങ്ങളൊന്നുമില്ല, കാരണം നമുക്കത് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് പ്രാക്ടിക്കൽ നോളജ് മാത്രം നമുക്ക് മതി. എന്താണ് കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത്? ഓക്കെ, ആക്ച്വലി കൺസിസ്റ്റൻസി റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ടൂളാണ് ഒരു ട്രേഡിംഗ് ഫേംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു റിസ്ക് മാനേജ്മെൻറ്റ്. ഓക്കെ, അപ്പം അത് പ്രോപ്പറാണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് മാത്രമുള്ള ഒരു ടൂളാണ് ഈ ഒരു കൺസിസ്റ്റൻസി സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത് ഒരു ട്രേഡറിൻ്റെ പ്രോഫിറ്റ് ഒരു ദിവസം മാക്സിമം അവർ തന്നേക്കുന്ന ഒരു കൺസിസ്റ്റൻസി സ്കോറുണ്ട്, അതിന് മുകളിൽ പോകരുത് എന്നതാണ് കൺസിസ്റ്റൻസി റൂൾ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി സ്കോർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇക്വേഷൻ മീൻസ് കൺസിസ്റ്റൻസി സ്കോർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണിത്. ഈ കൺസിസ്റ്റൻസി സ്കോർ എന്ന് പറയുന്നത്, ഓക്കെ, കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത് ബെസ്റ്റ് ഡേ പ്രോഫിറ്റ്. അപ്പം നമ്മൾ ലെറ്റ്സ് സേ ഒരു 10 ദിവസം കൊണ്ട് നമ്മൾ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, അപ്പം ആ ഒരു പ്രോഫിറ്റിൻ്റെ ബെസ്റ്റ് ഡേ, അതായത് ഏറ്റവും കൂടിയ പ്രോഫിറ്റ് ഉള്ള ദിവസം ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോഫിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അവർ ഓരോ ഫേംസ് തന്നേക്കുന്ന പ്രോഫിറ്റ്സ് ഉണ്ടല്ലോ, ആ ഒരു പ്രോഫിറ്റ്. ഓക്കെ, അതാണ് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഇൻറ്റു 100. ഓക്കെ, അപ്പം ബെസ്റ്റ് ഡേ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോഫിറ്റ് ഇൻറ്റു 100. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ആക്ച്വലി എല്ലാ ഫേംസും ഇപ്പോൾ തരുന്നതെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി റൂൾ 20. അപ്പോൾ 20 വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബെസ്റ്റ് ഡേ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് അവർ തരുന്ന ഒരു പ്രോഫിറ്റ് കാണും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് ഇൻറ്റു 100. അപ്പോൾ അതാണ് നമുക്ക് തരുന്ന ഒരു കൺസിസ്റ്റൻസി സ്കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഒരു 50Kയുടെ ഒരു അക്കൗണ്ട്, ഓക്കെ, 50Kയുടെ ഒരു അക്കൗണ്ട്, ഓക്കെ, 50Kയുടെ ഒരു അക്കൗണ്ടിൽ നമുക്ക് ഓക്കെ, അപ്പം നമുക്ക് വേണ്ടുന്നതെന്ന് പറയുന്നത് അവർ പറയുന്ന കൺസിസ്റ്റൻസി സ്കോർ എന്ന് പറയുന്നത് 40% ആണ്. ഓക്കെ, 40% ആണ് കൺസിസ്റ്റൻസി സ്കോർ നമുക്ക് തന്നേക്കുന്നത്. പിന്നെ നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2500 ആണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, 2500. ഓക്കെ, 2500 ആണ് നമുക്ക് തന്നേക്കുന്നത് പ്രോഫിറ്റ്. അപ്പം നമ്മൾ ഒരു ദിവസം മാക്സിമം ഉണ്ടാക്കേണ്ട പ്രോഫിറ്റ് എത്രയാണ്? കൺസിസ്റ്റൻസി. ഓക്കെ, അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത് എത്രയാണ്? ബെസ്റ്റ് ഡേ പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ഡയറക്റ്റ്ലി കണ്ടുപിടിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഓക്കെ, ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് ഗൂഗിളിൽ പോകുമ്പോഴത്തേന് കൺസിസ്റ്റൻസി റൂൾ കാൽക്കുലേറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് അങ്ങ് എടുക്കുക. ഓക്കെ, ഫസ്റ്റ് വരുന്നത് എടുക്കുന്നു. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞത് നമ്മുടെ അക്കൗണ്ട് സൈസ് എന്ന് പറയുന്നത് 50,000. നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2500 അല്ലേ? 2500 എന്ന് പറയുന്നത് എത്രയാണ്? 50,000ൻ്റെ 5% 2500. ഓക്കെ, അപ്പം നമുക്ക് മെയിൻലി നമുക്കറിയത്തില്ല എത്രയാണ് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടതെന്ന്. നമുക്ക് തന്നേക്കുന്ന കൺസിസ്റ്റൻസി സ്കോർ എത്രയാണ്? 40. അപ്പം നമ്മൾ കാൽക്കുലേറ്റ് കൺസിസ്റ്റൻസി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, കാൽക്കുലേറ്റ് കൺസിസ്റ്റൻസി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ കാണിക്കും എത്രയാണ്. ഇതിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഡേ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $1000 കൂടുതൽ നിങ്ങൾക്ക് ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാകരുത്. അതാണ് നിങ്ങളുടെ കൺസിസ്റ്റൻസി സ്കോറിൻ്റെ ആ ഒരു പെർസെൻറ്റേജ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ 40% ആണ്. 40%ൻ്റെ അതായത് ടോട്ടൽ
പ്രോഫിറ്റ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ 40% എന്ന് പറയുന്നത് 1000 ആണ്. അപ്പം 1000 USD കൂടുതൽ നിങ്ങൾ ഒരു ദിവസം പ്രോഫിറ്റ് ഉണ്ടാക്കരുത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ പ്രോഫിറ്റ് നീഡ് ടു ബി കൺസിസ്റ്റൻസി റൂൾ അങ്ങനെ ഒന്നും നോക്കണ്ട. ബെസ്റ്റ് ഡേ പ്രോഫിറ്റ് ഓഫ് കൺസിസ്റ്റൻസി അതൊന്നും നോക്കണ്ട. നിങ്ങൾ മാക്സിമം ബെസ്റ്റ് ഡേ പ്രോഫിറ്റ്, അതായത് നിങ്ങൾ മാക്സിമം ഉണ്ടാക്കേണ്ട പ്രോഫിറ്റ് എന്ന് പറയുന്നത് 1000 കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കരുത് പ്രോഫിറ്റ്. ഓക്കെ, അതാണ് നമുക്ക് വരുന്ന കൺസിസ്റ്റൻസി റൂൾ. ഓക്കെ, ഇപ്പം അടുത്ത ഒരു എക്സാമ്പിൾ അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം 10,000 ഒരു അക്കൗണ്ടാണെന്ന് വെച്ചോ. ഓക്കെ, 10,000 ഒരു അക്കൗണ്ട്, അതിൽ പ്രോഫിറ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ആണ്. ഓക്കെ, ലെറ്റ്സ് സേ 1000 എന്ന് പറയുന്നത് 10,000 എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ് നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ്. ഇതിൽ കൺസിസ്റ്റൻസി റൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലെറ്റ്സ് സേ നമുക്ക് എത്രയാണ്? 50 ഇരിക്കട്ടെ. ഓക്കെ, അല്ലെങ്കിൽ വേണ്ട, നമുക്കിപ്പം ഒരുമാതിരി ഫേംസ് എല്ലാം കൺസിസ്റ്റൻസി റൂൾ കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു 25% കൊടുക്കാം കൺസിസ്റ്റൻസി റൂൾ. അപ്പോൾ എന്താണ്? കാൽക്കുലേറ്റ് കൊടുക്കുക. നമുക്കിവിടെ അറിയത്തില്ല ബെസ്റ്റ് ഡേ പ്രോഫിറ്റ് എത്രയാണ് ഉണ്ടാക്കേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മളെന്താണ്? കാൽക്കുലേറ്റ് കൺസിസ്റ്റൻസി കൊടുക്കുന്നു. അത് കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? മാക്സിമം ബെസ്റ്റ് ഡേ പ്രോഫിറ്റ്, അതായത് $250 കൂടുതൽ നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കരുത്. ഓക്കെ, ഒരു ദിവസം ഉണ്ടാക്കരുത്. അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്? 10%, അതായത് 1000 പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഒരു ദിവസം വരുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് $250 ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്നും കൂടെ കാണുക. ഞാൻ അല്ലാതെ തന്നെ വാട്ട് ഈസ് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, ഐ ബട്ടണിൽ കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ കൺസിസ്റ്റൻസി സ്കോർ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് എക്സാമ്പിളിൽ പറഞ്ഞ എന്താണ് ഈ ഒരു 1000, അതായത് 10,000 USD, അതായത് 10% $1000. ഓക്കെ, അപ്പോൾ ഒരു ദിവസം നമുക്ക് ഉണ്ടാക്കേണ്ട മാക്സിമം എത്രയാണ്? 250. അപ്പം ഒരു ദിവസം നമ്മൾ 250 കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കൺസിസ്റ്റൻസി സ്കോർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ആ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ അറിയാം. ഇത് നിങ്ങൾ ജസ്റ്റ് കാണാൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കൺസിസ്റ്റൻസി സ്കോർ ഗൂഗിളിനകത്ത് കയറുക, കൺസിസ്റ്റൻസി കാൽക്കുലേറ്റർ നടിക്കുക, ഫസ്റ്റ് കിടക്കുന്നത് എടുക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, കാര്യങ്ങൾ വളരെ വളരെ ഈസിയാണ്. ഓക്കെ, അപ്പം ചുമ്മാ ഈ ലെങ്ത്, അതായത് ഡെഫിനിഷനും കാര്യങ്ങളും ഇക്വേഷൻസും എല്ലാം പറഞ്ഞ് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് ഞാൻ കൂട്ടാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. അല്ലാതെ ഇത് കൂടുതൽ ഇൻഡെപ്തായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. കാരണം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പം $250 മതി പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ മതി എന്ന് അറിഞ്ഞാൽ അത്രയും മതിയല്ലോ. അതിൽ കൂടുതൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി സ്കോറിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പം നമുക്ക് അറിയേണ്ടത് എത്രയാണ്? ടോട്ടൽ പ്രോഫിറ്റാണ് നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി കൺസിസ്റ്റൻസി റൂൾ നമ്മൾ ബ്രേക്ക് ചെയ്തു. അതായത് നമ്മൾ ഇപ്പോൾ പറയുന്ന ഒരു പ്രോഫിറ്റിനെക്കാട്ടി കൂടുതൽ നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം അതിനുള്ള ഒരു ഇക്വേഷനാണ്. മാനുവലി കണ്ടുപിടിക്കേണ്ടവർക്ക് കണ്ടുപിടിക്കാം. ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതി വെക്കാം. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് ടാർഗറ്റ്. ഇപ്പോൾ ഓൾറെഡി എല്ലാ ഫേംസിനും എന്താണ് പ്രോഫിറ്റ് ടാർഗറ്റ് തരും. ഇത് നമ്മൾ ഓൾറെഡി എന്താണ് തെറ്റിച്ചു. അതായത് കൺസിസ്റ്റൻസി റൂൾ വെച്ചിട്ട് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ദിവസത്തിൻ്റെ ആ ഒരു കണക്ക് വെച്ച് നമ്മൾ അതിനെക്കാട്ടി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് ടോട്ടൽ പ്രോഫിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ബെസ്റ്റ് ഡേ പ്രോഫിറ്റ്, അതായത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയേക്കുന്ന ദിവസം ഏതാണെന്ന് ആ ഒരു ദിവസത്തെ പ്രോഫിറ്റ് എമൗണ്ട് എത്രയാണെന്ന് എഴുതുക. ഓക്കെ, അത് ഡിവൈഡ് ബൈ കൺസിസ്റ്റൻസി സ്കോർ. കൺസിസ്റ്റൻസി സ്കോർ എത്രയാണ്? ലെറ്റ്സ് സേ 25. ഓക്കെ, 25%. അപ്പോൾ 25. അപ്പം ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു 100 ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കിട്ടും. ഓക്കെ, ഇത് വളരെ വളരെ എളുപ്പമായിട്ട് നമുക്ക് എന്താണ് ഇതിൽ ചെയ്യാം. ഓക്കെ, ഇതിൽ ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ജസ്റ്റ് ലാസ്റ്റ് ഒരു എക്സാമ്പിളിൻ്റെ ആ ഒരു രീതി തന്നെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇതിൽ 10,000 അക്കൗണ്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യേണ്ട എത്രയാണ്? 1000, അതായത് 10% ഓഫ് 10,000. നിങ്ങൾക്ക് ബെസ്റ്റ് ഇത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കൺസിസ്റ്റൻസി 25 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കേണ്ട എത്രയാണ്? ഒരു ദിവസം $250 കൂടുതൽ ഉണ്ടാക്കരുത്. ഓക്കെ, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം എത്രയാണ്? $250 കൂടുതൽ ഉണ്ടാക്കി. ലെറ്റ്സ് സേ $300 നിങ്ങൾ ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ 300 മാത്രം കൊടുത്താൽ മതി.
ഓക്കെ, ആ ഒരു അക്കൗണ്ട് സൈസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുത്തിട്ട് 300 മാത്രം കൊടുത്താൽ മതി. 300 കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കാൽക്കുലേറ്റ് കൺസിസ്റ്റൻസി കൊടുക്കുക. ഓക്കെ, കാൽക്കുലേറ്റ് കൺസിസ്റ്റൻസി കൊടുക്കുമ്പോൾ എന്താണ് ഇവിടെ വന്നേക്കുന്നതാണ്, യുവർ ബെസ്റ്റഡ് ട്രേഡിംഗ് ഡേ പ്രോഫിറ്റ് 300 എക്സീഡ്സ് ദ ലിമിറ്റ്. അതായത് 250 ആയിരുന്നു നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, പക്ഷേ എന്താണ് നിങ്ങൾ 300 ഉണ്ടാക്കി. അപ്പോൾ അതായത് കൺസിസ്റ്റൻസി റൂൾ ബ്രേക്കായി. അതായത് നമുക്ക് ഓൾറെഡി ഉള്ളത് എത്രയാണ്, 25% ആണ് തരുന്നത്, പക്ഷേ നമ്മൾ എത്രയാണ് 30% ഉള്ള കൺസിസ്റ്റൻസി റൂൾ. അത് ആക്ച്വലി ഒരു റൂൾ വയലേഷനാണ്. ബട്ട് ആക്ച്വലി അതൊരു ഹാർഡ് ബ്രീച്ച് അല്ല, അക്കൗണ്ട് അടിച്ചു പോകത്തൊന്നുമില്ല. പക്ഷേ അതിനനുസരിച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് നീഡഡ് ടു ബി മീറ്റ് കൺസിസ്റ്റൻസി റൂൾ. ഓക്കെ, പ്രോഫിറ്റ് നീഡഡ് ടു ബി മീറ്റ് കൺസിസ്റ്റൻസി റൂൾ എന്ന് പറയുന്നത് എത്രയാണ്, 1200. ഇവിടെ നിങ്ങൾക്ക് എത്രയാണ്, 1000 ആയിരുന്നു പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത്, 1000 പ്രോഫിറ്റ് ഉണ്ടാക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കേണ്ടത് എത്രയാണ്, 1200 ഉണ്ടാക്കണം. ഓക്കെ, 1200 ഉണ്ടാക്കുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് എത്രയാണ് മാക്സിമം, അതായത് മാക്സിമം ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്ന മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 300. മനസ്സിലായി, ക്ലിയർ ആയോ? ഓക്കെ, 300. അപ്പം നിങ്ങൾക്ക് എത്രയാണ്, പിന്നെ നിങ്ങൾക്ക് 250 അല്ല, നിങ്ങളുടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ദിവസം 300 ആണ്. ഓക്കെ, അതായത് നിങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ദിവസം ഉണ്ടാക്കിയ പ്രോഫിറ്റ്, ആ പ്രോഫിറ്റാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു പുതിയ കൺസിസ്റ്റൻസി. അപ്പം പുതിയ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്, 1200 വരും. ഓക്കെ, ഇത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കൂടെ പറയാം. നമ്മൾ മുമ്പേ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ എത്രയാണ്, 50,000 ആണ്. ഓക്കെ, 50,000ൻ്റെ ഒരു അക്കൗണ്ടിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ്, 2500, അതായത് 5%. ഓക്കെ, നമുക്ക് കൺസിസ്റ്റൻസി സ്കോർ എത്രയാണ്, 40 ആണ്. 40. ഓക്കെ, ആദ്യം തൊട്ടാണ്. ഇപ്പം നമുക്കറിയത്തില്ല ഒരു ദിവസം എത്രയാണ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന് നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കാൽക്കുലേറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എത്രയാണ്, അന്നേരം നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് കിടക്കുന്നത് മാക്സിമം ബെസ്റ്റ് ഡേ പ്രോഫിറ്റ്, അതായത് $1000. ഓക്കെ, $1000. അപ്പം $1000 കൂടുതൽ ഒരു ദിവസം നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കരുത്. ഓക്കെ, ഇതാണ് കൺസിസ്റ്റൻസി റൂൾ തന്നിട്ടുള്ള ആ ഒരു റൂൾ വെച്ച് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നിങ്ങൾ കൺസിസ്റ്റൻസി റൂൾ ഇൻ കേസ് നിങ്ങളുടെ തെറ്റി, അതായത് നിങ്ങൾ 1000-ന് പകരം 1500 ഉണ്ടാക്കി. ഓക്കെ, 1500 ഉണ്ടാക്കി. അന്നേരം എന്താണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട, അതായത് കൺസിസ്റ്റൻസി റൂൾ 40% വെച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകേണ്ട ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് എത്രയാണ് നിങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടോ, നിങ്ങളുടെ പ്രോഫിറ്റ് ടാർഗറ്റ് എക്സീഡായി. അതായത് 1000 നമ്മൾ ഉണ്ടാക്കേണ്ട സാധനത്ത് 1500 ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ എത്രയാണ്, കൺസിസ്റ്റൻസി സ്കോർ 60 ആയി. ഓക്കെ, അപ്പോൾ കൺസിസ്റ്റൻസി റൂൾ തെറ്റി. അപ്പോൾ ഈ 60 എന്നുള്ളത് നമ്മൾ എത്രയാണ് ആവറേജ് ചെയ്ത് 40 ആക്കണം. അപ്പം 40 ആക്കണമെന്നുണ്ടെങ്കിൽ എത്രയാണ്, നമുക്ക് രണ്ടാമത്തേത് നോക്കണം. പ്രോഫിറ്റ് നീഡഡ് ടു ബി മീറ്റ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3000. അതായത് 2500 ഉള്ളിടത്ത് നമ്മൾ എത്ര ഉണ്ടാക്കണം, 3750 ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം മാക്സിമം ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഫിറ്റ് എത്രയാണ്, ബെസ്റ്റ് ട്രേഡിംഗ് ഡേ പ്രോഫിറ്റ് എത്രയാണ്, 1500. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടെ നിങ്ങൾ 1-2 വട്ടം കണ്ടുകൊണ്ടിരിക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാൻ കൺസിസ്റ്റൻസി റൂളിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് കൺസിസ്റ്റൻസി റൂളിനെ കുറിച്ചുള്ളൊരു വീഡിയോയും കൂടെയാണ്. അതുകൂടാതെ കൺസിസ്റ്റൻസി റൂൾ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയും കൂടെയാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇതറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഓക്കെ, ഇതിനെക്കുറിച്ചൊരു വീഡിയോ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.